ചെടികളൊന്നും വളരാതെ മഞ്ഞ കളറായിട്ട് നിൽക്കുകയാണോ? ഇതേപോലെ മുട്ടൊന്നും ഇല്ലാണ്ട് വെള്ളവും വളവും ഒന്നും കൊടുത്തിട്ടൊന്നും ഒരു രക്ഷയില്ലേ? എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കണം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വളത്തെക്കുറിച്ചാണ് കേട്ടോ. ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്, അതിന്റെ റിസൾട്ടും ഉള്ളതാണ് കേട്ടോ. എൻ്റെ ഈ ചെമ്പരത്തി നോക്കൂ, ഇതൊരാഴ്ച മുന്നേ ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ഇത്രയും മുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നോക്കിയേ, നിറച്ചു മുട്ടുകളായിട്ട് വന്നിട്ടുണ്ട്. ഇത് എൻ്റെ അടുത്തുള്ള മറ്റുള്ള ചെമ്പരത്തികളാണ് കേട്ടോ. ഇതില് നേരത്തെ തന്നെ മുട്ടൊക്കെ ഉള്ളതാണ്. ആദ്യം കാണിച്ചതിലാണ് കേട്ടോ മുട്ടില്ലാതിരുന്നത്. ഇപ്പൊ ദാ നിറച്ചു മുട്ടായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ നിറച്ചു പൂക്കളും ആയി വരുന്നുണ്ട് കേട്ടോ. പലർക്കും പല രീതിയിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ചിലർക്ക് ചെടികൾ വളരുന്നില്ല, ചിലർക്ക് മുട്ട ഉണ്ടാവുന്നില്ല, ചിലർക്ക് മുട്ട ഉണ്ടായത് പൂവായി വിടരുന്നില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ അതൊക്കെ ചിലപ്പോൾ ചെടിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസിന്റെ കുറവ് കൊണ്ടായിരിക്കും കേട്ടോ അങ്ങനെയൊക്കെ വരുന്നത്. ഞാൻ ഇന്ന് പറയുന്നത് എപ്സം സോൾട്ടിനെ കുറിച്ചാണ് കേട്ടോ. ഞാൻ എൻ്റെ ചെടികൾക്ക് പതിവായി എപ്സം സോൾട്ട് കൊടുക്കുന്നുണ്ട്. എപ്സം സോൾട്ട് മാത്രമല്ല, NPK വളങ്ങളും അല്ലാതെ ജൈവവളങ്ങളും എല്ലാം ഞാൻ എൻ്റെ ചെടികൾക്ക് കൊടുക്കാറുണ്ട്. മാറി മാറിയാണ് ഇതെല്ലാം ചെടികൾക്ക് കൊടുക്കുന്നത് കേട്ടോ. ഒരു ഫുഡ് മാത്രമല്ലല്ലോ നമ്മൾ കഴിക്കുന്നേ. അതേപോലെ തന്നെ ചെടികളുടെ കാര്യവും ചെടികൾക്കും ആവശ്യമായിട്ടുള്ള എല്ലാം നമ്മൾ കൊടുക്കണം. അപ്പോൾ ഈ എപ്സം സോൾട്ട് എന്ന് പറയുന്നത് ചെടികളുടെ വളർച്ചയ്ക്ക് വളരെ ഉത്തമമായിട്ടുള്ള ഒന്നാണ്. ചെടികളുടെ ഇലയുടെ ആ ഒരു പച്ചപ്പ് നിലനിർത്താനും പൂക്കളൊക്കെ പെട്ടെന്ന് ഉണ്ടാവാനായിട്ട് ഈ ഒരു എപ്സം സോൾട്ട് വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് എപ്സം സോൾട്ട് ഉപയോഗിക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. സാധാരണ രീതിയിൽ പൂക്കൾക്ക് മാത്രമല്ല കേട്ടോ, നമ്മളുടെ പച്ചക്കറികൾക്കും എപ്സം സോൾട്ട് ചേർക്കാറുണ്ട്. തക്കാളി തൈകൾക്കും അതേപോലെ പച്ചമുളകിനൊക്കെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അതൊക്കെ ചേർത്ത് കഴിയുമ്പോൾ നന്നായിട്ട് തന്നെ നമ്മൾക്ക് പച്ചമുളകും തക്കാളിയൊക്കെ ഉണ്ടാവുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മാസത്തിൽ ഒരു തവണയാണ് നമ്മൾ എപ്സം സോൾട്ട് കൊടുക്കേണ്ടത്. ഫ്ലവറിംഗ് പ്ലാന്റ് ആയ ചെമ്പരത്തി, റോസ്, ബൊഗൺവില്ല പോലെയുള്ള എല്ലാ ചെടികൾക്കും അതുകൂടാതെ ഇലച്ചെടികൾക്കും നമ്മൾ ഈ എപ്സം സോൾട്ട് കൊടുക്കാറുണ്ട്. അതേപോലെ നമ്മളുടെ വീട്ടിൽ എരിവില്ലാത്ത മുളകൊക്കെ നിൽക്കുന്നുണ്ടാവില്ലേ, അതിന്റെ കടക്കൽ ഇതൊന്ന് ചേർത്ത് കൊടുത്തു നോക്കൂ. എപ്സം സോൾട്ടിൽ സൾഫർ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് മുളകിനൊക്കെ നല്ല എരിവുണ്ടാവും കേട്ടോ. ഞാൻ ഇന്ന് എപ്സം സോൾട്ട് കൊടുക്കാൻ പോകുന്നത് എൻ്റെ ബൊഗെയിൻവില്ലയ്ക്കാണ് കേട്ടോ. ഈ ബൊഗെയിൻവില്ല എൻ്റെ മതിലിന്റെ മേളിലാണ് ഇരിക്കുന്നത്. ഇതാ നോക്കിയേ, ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ അതിൽ മുട്ടുകളൊക്കെ വരുന്നത് കാണാട്ടോ. പൂവായി വരുന്നുണ്ട്. നല്ലൊരു പേർപ്പിൾ കളറിലാണ് കേട്ടോ. അപ്പോൾ ഇതിന് ചുറ്റും പുല്ല് പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ പുല്ലൊന്ന് ആദ്യം ഒന്ന് വൃത്തിയാക്കണം. നമ്മൾ വളം ഇട്ട് കൊടുക്കുന്ന ചെടിച്ചട്ടിയാണെങ്കിൽ പെട്ടെന്ന് അറിയാൻ പറ്റും. ഇതേപോലെ ചെടികളെക്കാളും നന്നായിട്ട് അതിലെ പുല്ലുകളായിരിക്കും കേട്ടോ വളർന്നു വരിക. അപ്പോൾ ആഴ്ചയിലൊരിക്കൽ ഈ ഒരു പുല്ല് പറിക്കല് പതിവാണ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഈ പുല്ലൊക്കെ ഒന്ന് പറിച്ചു കളയട്ടെ കേട്ടോ. ഇനിയും ഉണ്ട് കേട്ടോ എപ്സം സോൾട്ടിന്റെ ഒരുപാട് ഗുണങ്ങൾ. നമ്മളുടെ ഈ ഇലകൾക്കൊക്കെ ഒന്ന് എപ്സം സോൾട്ട് ഒന്ന് വിതറി കൊടുക്കുകയാണെങ്കിൽ അതില് പ്രാണികളൊക്കെ വന്നിരിക്കുന്നത് ഒരു പരിധിവരെ തടയാൻ പറ്റും കേട്ടോ. ഉപ്പിന്റെ അംശമുള്ളത് കൊണ്ടാണ് കേട്ടോ പ്രാണികൾ അങ്ങനെ വന്നിരിക്കാൻ ശ്രമിക്കാത്തത്. അതേപോലെ ഉണ്ടാവുന്ന പൂക്കളിലൊക്കെ കടുത്ത നിറം നൽകാനായിട്ടും ഈ ഒരു എപ്സം സോൾട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ പുല്ലൊക്കെ ഒന്ന് പറിച്ചു കളഞ്ഞതിന് ശേഷം ഇതേപോലെ ഒന്ന് മണ്ണൊന്ന് ലൂസാക്കി കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ലൂസായിട്ട് തന്നെയാണ് കേട്ടോ മണ്ണിരിക്കുന്നത്. അപ്പൊ ഞാനിത് കഴിഞ്ഞ വർഷം നട്ടുകൊടുത്ത പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പൊ അത്യാവശ്യം പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് മദർ പ്ലാന്റ് ആണ്. ഇതിൽ നിന്നും കൊമ്പുകളൊക്കെ ഒന്ന് വെട്ടി കൊടുക്കണം കേട്ടോ. കാരണം ഇത് അത്യാവശ്യം നീണ്ടു പോയിട്ടുണ്ട്. പൂക്കള് ഒരു വട്ടം കഴിഞ്ഞതാണ്. അപ്പൊ രണ്ടാമത് മുട്ടുകളായി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന് മുന്നേ തന്നെ ഈ ഒരു കൊമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെയും നല്ലപോലെ പൂക്കൾ ഉണ്ടായി വരും. ഒരു സൈഡ് ഞാൻ കട്ട് ചെയ്യുന്നില്ല, അതില് അടുത്ത പൂക്കളായി വരുന്നുണ്ട്. ഇനിയിപ്പോ കട്ട് ചെയ്ത കൊമ്പ് ഞാൻ കളയില്ല കേട്ടോ. അത്യാവശ്യം മൂത്ത കൊമ്പാണ്. ഇത് നമുക്ക് വേറൊരു പോട്ടിലേക്ക് നട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു പ്ലാന്റ് ആയിട്ട് കിട്ടും കേട്ടോ.
അപ്പോൾ ചെടി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ നോക്കി ഇത്രത്തോളം പുല്ലുണ്ടായിരുന്നു കേട്ടോ. പുല്ലും പൂക്കളൊക്കെ ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ഐറ്റത്തെ കാണാം. ഇതാണ് എപ്സം സോൾട്ട്. നമുക്കിത് ഷോപ്പിൽ നിന്നും നിസ്സാര പൈസക്കാണ് കേട്ടോ വാങ്ങിക്കുന്നത്. ചെടികൾ വിൽക്കുന്ന എല്ലാ കടകളിലും ഇതുണ്ടാകും. അപ്പൊ നമുക്ക് ഇത്രയൊന്നും വേണ്ട കേട്ടോ. ഇതാ നോക്കി പഞ്ചസാര പോലെയാണ് ഇരിക്കുന്നത്. അത്യാവശ്യം ചെറിയൊരു ഷൈനിങ്ങോട് കൂടിയാണ് ഈ ഒരു സംഭവം വരുന്നത്. അപ്പോൾ നമുക്ക് ഇത്രയൊന്നും ആവശ്യമില്ല. നമുക്കിതിന്റെ വളരെ കുറച്ച് മാത്രം മതി. 1 ലിറ്ററിന് 5 ഗ്രാം എന്നുള്ള കണക്കിനാണ് നമ്മൾ എടുക്കേണ്ടത്. ഞാനിവിടെ 1 ബക്കറ്റ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 3/4 ബക്കറ്റ് വെള്ളമുണ്ട്. അതിലേക്ക് ഇതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു വെള്ളം നമ്മുടെ ചെടിച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതേപോലെ എല്ലാ പോട്ടിലേക്കും നമുക്ക് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല അടിപൊളിയായിട്ട് പൂക്കൾ ഉണ്ടാവാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വളം കൂടിയാണ് കേട്ടോ ഇത്. ഇനി ഇതെല്ലാം ബോട്ടിൽ വേണമെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്തും കൊടുക്കാം കേട്ടോ. ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താലും വളരെ നല്ലതാണ്. ഇൻഡോർ പ്ലാന്റിനും ഔട്ട്ഡോർ പ്ലാന്റിനും ഒരേ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ എപ്സം സോൾട്ട് എന്ന് പറയുന്നത്. ചെടിയുടെ ആ ഒരു പച്ചപ്പ് അങ്ങനെ തന്നെ നിലനിർത്താനും പുതിയ പുതിയ ഇലകൾ വളരാനായിട്ടും അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവാനും ഒക്കെ നല്ലതാണ് ഈ ഒരു എപ്സം സോൾട്ട്. അതേപോലെ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് മുട്ടൊക്കെ ഉണ്ടായി കഴിഞ്ഞ് അല്ലെങ്കിൽ കായൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം അത് കൊഴിഞ്ഞു പോകുന്നത്. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു പരിഹാരമാണ് ഈ ഒരു എപ്സം സോൾട്ട്. ചെറിയ രീതിയിലുള്ള കീടബാധകൾ ഒഴിവാക്കാനും ഇത് നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാസത്തിലൊരിക്കൽ ഞാൻ എൻ്റെ ചെടികൾക്ക് ഇതേപോലെ എപ്സം സോൾട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. നിസ്സാര വിലയ്ക്ക് നമുക്ക് കിട്ടുന്ന ഒരു ഐറ്റം ആണ്. എപ്സം സോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു വളമല്ല കേട്ടോ. ശരിക്കും ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു ന്യൂട്രിയന്റ് ആണ്. ഒരുപാട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായ നെഗറ്റീവ് വശങ്ങളും ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് മാസത്തിലൊരിക്കൽ മാത്രം ഉപയോഗിക്കാനായിട്ട് പറയുന്നത്. അപ്പൊ ഇത്ര ഉള്ളത് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.